ಮಾಡಿದ ಗ್ರಾಹಕರು ಸದ್ಯಕ್ಕೆ ನಿಮ್ಮ ಕರೆಯನ್ನು ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ ഈ മഴയത്താ നീ ഇറങ്ങുന്നത്. 2 ദിവസം വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു റിസർവേഷൻ കിട്ടിയേനെ. ഞാൻ ചെയ്തു തീർക്കേണ്ട ജോലിയെല്ലാം അതേപടി നിർത്തിയിട്ട് വന്നതല്ലേ. എനിക്ക് പോണം അമ്മേ. വന്നപ്പോ തുടങ്ങി ഇത് തന്നെയാ പറയുന്നത്. ഞങ്ങളെ നീ ഒന്നും മറക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലമ്മേ. പെട്ടെന്ന് വിളിച്ച് കല്യാണക്കാരും പറഞ്ഞപ്പോ അവള് ഭയന്നെന്നാ തോന്നുന്നേ. നിന്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒന്നും ഈ മുത്തശ്ശൻ ചെയ്യില്ല മോളെ, പേടിക്കണ്ട. ശരി അമ്മേ. ശരി മോളെ. അവിടെ എത്തിയിട്ട് ഫോൺ ചെയ്യണം കേട്ടോ. സൂക്ഷിച്ചു വേണം കേട്ടോ. ശരി സാർ. സോറി മുത്തശ്ശ, നടന്നല്ല എനിക്ക് മുത്തശ്ശനോട് പറയണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള ശക്തി എനിക്ക്. പിന്നെ അത് കേട്ട് മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ച അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. എന്റെ കല്യാണ സമയത്തും ആന്റിയെ പോലെ എന്റെ അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു. പുതിയ സ്ഥലമല്ലേ, എങ്ങനെയായിരിക്കും എന്നൊക്കെ. എന്റെ പേടി അത് പുതിയ സ്ഥലമായതുകൊണ്ടൊന്നുമല്ല, അവൾ ഒന്നിലും അഡ്ജസ്റ്റ് ചെയ്യാത്തോളല്ലേ. പേടിവാശിക്കാരിയാ, അതാ എന്റെ പേടി. അതിനെന്തിനാ ആന്റി ഭയപ്പെടുന്നത്? അവൾ എന്റെ കൂടെയല്ലേ നിൽക്കുന്നത്. ആ ദാ വരുന്നു. ആന്റി, ബോബി വിളിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി മോളെ. ശ്രുതിക്ക് ഫോണൊന്ന് കൊടുക്ക. ശ്രുതി. അമ്മേ, ഇപ്പൊ 1 മണിക്കൂറോളമായി ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന പോലെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി നിന്നെ ഇത്രയും ദൂരത്തേക്ക് വിട്ടത് നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് വെച്ചാ അത് മറക്കരുത്. ആ ശരി, ഒന്ന് ഫോൺ വെക്കുന്നുണ്ടോ? ഓക്കെ ശരി, നീ അവനൊന്ന് ഫോൺ കൊടുക്ക. ഇനി മാമനോടാണോ ക്ലാസ്? കൂടുതൽ സംസാരിക്കാതെ കൊടുക്കടി ഫോൺ. ആ ലൈനില് നിക്ക്. ഓഫീസിൽ പോകാതെ ലീവ് എടുത്താലോ? അതെ, ചുമ്മാ ഇരിക്കെ. പുറത്ത് ശ്രുതിയുണ്ട്. ശ്രുതി ഉണ്ടെങ്കിൽ അവളെ റൂമിൽ. സോറി. എന്ത് പറ്റിയടി? ഇനി പറ്റാനൊന്നുമില്ല. മാമ ഫ്രീ ആവുമ്പോ ഫോൺ ചെയ്തോളൂ. ഇപ്പൊ ഫോൺ വെക്കേ. ജനറലായിട്ട് ഒരു പുതിയ പേഴ്സൺ ജോയിൻ ചെയ്യുമ്പോൾ എക്സൈറ്റഡ് ആവുന്ന കോമണാ. എന്നാൽ ആ എക്സൈറ്റ്മെന്റ് അധിക നാളുണ്ടാവില്ല. കാരണം ചെയ്യുന്ന ജോലി തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഫീൽഡ് അതല്ല. ഇവിടെ ദിവസവും പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നീ ഇപ്പൊ കാണിക്കുന്ന എക്സൈറ്റ്മെന്റ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. എനിക്ക് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാലോ. ഷുവർ സർ. സർ, കം. ഷീ ശ്രുതി, ന്യൂ ജോയിൻ. ക്രിയേറ്റീവ് ഹെഡ് ധീരജ് വരുന്നതുവരെ ഇദ്ദേഹം സോൾ ഓഫ് ടീമിനെയും ഫോളോ അപ്പ് ചെയ്യും. നീ കൊണ്ടുപോയി പരിചയപ്പെടുത്തും. ഓക്കെ സർ. ഹായ്, കം. താങ്ക് യു. താങ്ക് യു സർ. ഗുഡ്. Going from phase 1 to phase 2 is easy, but going from phase 2 Hi is... guys. This is Shruti, new joining. ധീരജ് സർ വരുന്നതുവരെ നമ്മുടെ ടീമിനെ ഫോളോ അപ്പ് ചെയ്യാൻ MD സർ പറഞ്ഞു Hi, വെച്ചത്. this is Sharup ശ്രുതി. and this is my team. Hello. ഹലോ. Please join. Okay, bye. Swapna, keep your mobile in silent mode. Sorry. Boyfriend. The number you are calling is currently switched off. Please try later. എന്ത് പറ്റി നിനക്ക്? Shruti, your ID card. ഓ, താങ്ക് യു. ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു ശ്രുതി? ഇഷ്ടപ്പെട്ട ഫീൽഡ് തന്നെയാ മാമ. നന്നായിട്ടുണ്ട്. നല്ലൊരു കൺസെപ്റ്റ് ഉണ്ടാക്കും. എന്റെ കമ്പനിക്ക് ഒരു ആഡ് വേണ്ടി വരും. ഷുവർ. ഓക്കെ. വൈകിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് വരട്ടെ. എന്താ ഇത്? ഇതൊക്കെ ഇപ്പോഴാണോ ചോദിക്കുന്നത്? ഓക്കെ, ബൈ. ബൈ. ആ അതൊക്കെ ശരിയാ. മാമനും ലാവണ്യം ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇത്ര ദൂരം നിന്നെ അവിടേക്ക് അയച്ചത്. ആ പെട്ടെന്ന് എന്തായി ഹോസ്റ്റലിലേക്ക്? ആ
അവരിപ്പോ കല്യാണം കഴിഞ്ഞ കപ്പിളല്ലേ മുത്തശ്ശ. ഞാൻ കാരണം ഒരു ഡിസ്റ്റർബൻസ് എന്തിനാ? മാത്രമല്ല മാമൻ താമസിക്കുന്നത് സിറ്റി സ്റ്റാർട്ടിങ്ങിലാ. എന്റെ ഏരിയ തന്നെ വേറെയാ, ഒരുപാട് ദൂരമുണ്ട്. ഇത് കുറച്ച് നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് ഹോസ്റ്റലൊക്കെ അന്വേഷിച്ചാൽ കിട്ടുമോ മോളെ? സിറ്റിയിൽ ഹോസ്റ്റൽ കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല മുത്തശ്ശ, ഒരുപാടുണ്ട്. രാവിലെ ഞാൻ എന്റെ കൊളീഗിന്റെ ഹോസ്റ്റൽ ഒരെണ്ണം കണ്ടു. മുത്തശ്ശന് ഓക്കെ പറഞ്ഞ ഷിഫ്റ്റ് ആവുന്ന കരുതുന്നത്. ശരി, എന്താന്ന് വെച്ചാ ചെയ്. താങ്ക് യു. ബൈ മുത്തശ്ശ. ഓക്കെ മോളെ, ബൈ. താങ്ക്സ്. ഏയ്, എന്തു പറ്റി? ഞാൻ കൊടുത്ത ബഡ്ജറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ആഡ് ക്യാൻസൽ ആയി. പ്രോബ്ലം ബഡ്ജറ്റ് അല്ലടോ, ഈ കോൺസെപ്റ്റാ. സിമ്പിൾ കോൺസെപ്റ്റിൽ പറയേണ്ട ഈ പ്രോഡക്റ്റ് ഗ്രാഫിക്സ് വെച്ച് കളർ ചെയ്ത് ഒരു യൂസ്ലെസ് പ്രോഡക്റ്റ് ആയി മാറ്റിയിരിക്കുന്നു. ഇത് ഓക്കെ പറയാൻ ക്ലയന്റിന് വട്ടൊന്നുമില്ല. സർ, നിന്റെ കോൺസെപ്റ്റ് അത്ര സിമ്പിൾ ആണെങ്കിൽ എന്നെ അതൊന്ന് കാണിക്ക്. ഓക്കെ ആണെങ്കിൽ 6:30 ശേഷം ഞാൻ ഫ്രീ ആവാം. എക്സ്ക്യൂസ് മീ. ഏയ്, ഐ എം ക്രിയേറ്റീവ് ഹെഡ്. ചേർന്ന് ഡിസ്കസ് ചെയ്യാന്നോ പറഞ്ഞു വന്നേ. നീ എന്താ കരുതിയത്? ഡോണ്ട് ആക്ട് സ്മാർട്ട് ബേബി. ഒരാഴ്ച ഇവൻ ഇല്ലാതിരുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ നന്നായി നടന്നു. സാറ്റിസ്ഡ്. ഇയാളാണോ ക്രിയേറ്റീവ് ഹെഡ്? ഒരു ബഫൂണ് പോലെയുണ്ട്. എന്ത് പറയാന്, ലാസ്റ്റ് ടൈം നടന്ന IT ഇഷ്യൂല് ഈ കമ്പനി ഓൾമോസ്റ്റ് അടച്ചു പൂട്ടേണ്ട സിറ്റുവേഷൻ വന്നിരുന്നു. ആ സമയത്ത് MDക്ക് സപ്പോർട്ടായിട്ട് നിന്ന ആളാ, അതുകൊണ്ടാ ക്രിയേറ്റീവ് ഹെഡ് ആക്കിയത്. അങ്ങനെയോ? ഹായ്, സോറി ഫോർ ബീയിങ് ലേറ്റ്. വെൽക്കം ടു ഹൈദരാബാദ്. ഹേയ് ശ്രുതി, ശ്രുതി ഞാൻ പറയുന്നൊന്ന് കേക്ക്. നടന്നെന്താന്ന് കൂടി ചോദിക്കാതെ. 5:30 വന്ന് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കേണ്ട എന്താ, ഇപ്പോഴാണോ ഫ്രീ ആയത് എന്നോ? ഫ്രീ ആവാൻ ഞാൻ വെളിയിലായിരുന്നില്ല ശ്രുതി, 2 days ജയിലിലായിരുന്നു. ജയിലിലോ? അന്ന് നീയുമായി സംസാരിച്ചിട്ട് കാർ എടുക്കുമ്പോ നീ എത്തുമ്പോ 5:30 ആവില്ലേ? ഞാൻ 5 o'clock വിളിച്ചോളാം. വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഓക്കെ അല്ലേ? ആ ശ്രുതി, ഞാൻ നിന്നെ ഉടനെ വിളിക്കാം. ബൈ. ഞാനത് പിന്നെ പറയാം. ബമ്പർ ചളങ്ങിയല്ലോ മാഡം. സോറി മാഡം, പെട്ടെന്ന് നിങ്ങൾ പുറകിന്ന് വന്ന് ഞാൻ കണ്ടില്ല. മാഡം ആരാണെന്നറിയോ? അതൊരു VIP ഭാര്യയായിരുന്നു. അവര് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ വൾഗർ വേർഡ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് ഫയൽ ചെയ്തു. അവര് വിളിച്ചകത്തിട്ടു. കുറച്ചു മുമ്പാ എനിക്ക് ജാമ്യം കിട്ടിയത്. ചരൺ, ഞാൻ ഹൈദരാബാദിൽ വന്ന് ഈ ആഡ് കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള മോട്ടിവേഷൻ തന്നത് ഇവനാ. ഹേയ്, അങ്ങനെയൊന്നുമല്ല. ഇവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാ വീട്ടുകാരെ സമ്മതിപ്പിച്ച് ഇത്രയും പെട്ടെന്ന് നമ്മൾ ഇവിടെ എത്തിയത്. ശരി, ഞാൻ പോയേക്കാം. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, 10 o'clock ഗേറ്റ് ക്ലോസ് ചെയ്യും. അത് ശരിയാണല്ലോ. അല്ല, ഗേറ്റ് നോക്കൊക്കെ എന്താ? അതൊരു വലിയ കഥയാ. വാ, വിശദമായിട്ട് പറയാം. സോ നീ മാമന്റെ പ്രൈവസിക്ക് വേണ്ടി ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആയി. ഇതിന് നിന്റെ മുത്തശ്ശൻ സമ്മതിച്ചോ? നമ്മുടെ ഈ ജനറേഷനെ പാരന്റ്സ് പോലും ശരിയായി മനസ്സിലാക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോ മുത്തശ്ശൻ നിന്നെ മനസ്സിലാക്കിയത് വലിയ അത്ഭുതം തന്നെ. മുത്തശ്ശനൊരു ഫ്രീഡം ഫൈറ്ററാ. ഈ ഇട്ടാവട്ടത്തിലൊക്കെ ജീവിക്കുന്നത് മുത്തശ്ശന് ഒട്ടും ഇഷ്ടമല്ല. എങ്കിൽ അദ്ദേഹത്തെ ഉടനെ ഒന്ന് കാണണമല്ലോ. ഈ റൈറ്റിലേക്ക് പോണ്ടേ? ഓ, ഓഫീസിനടുത്ത് തന്നെ കിട്ടിയോ? സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അതാ ഹോസ്റ്റല്. അപ്പൊ ഇനി മുതലേ ഞാൻ സിറ്റി തന്നെ ഉണ്ടല്ലോ, എന്നും മീറ്റ് ചെയ്യാം. എന്ന് വെച്ചാ പോട്ടെ എന്ന് പറയുവാണോ? അങ്ങനെ പറഞ്ഞൊന്നുമല്ല, ടൈം ഒരുപാടായി. ഹസീന. ഹലോ. ബൈ ഹസീന, ഞാനിവിടെ എത്തിക്കഴിഞ്ഞു. ദേ താഴെ എത്തി. എന്താ ഇത്? എന്റെ അമ്മേ.
ചായ കുടിക്കുന്ന മാഡം? ഇതിപ്പോ എവിടെയാ? ഇപ്പൊ വിജയവാഡ കഴിഞ്ഞിട്ടുണ്ട് മാഡം. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. അണ്ണാ, ഒരു സിഗരറ്റ് തന്നേക്ക്. ബ്ലാക്ക് കളർ ഇന്നോവ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വന്നിട്ട് ഫോൺ ചെയ്യാം. നീ റെയിൽവേ ട്രാക്കിന്റെ അടുത്ത് പോയി നിൽക്കുക. ഞാൻ പറയുന്നത് വരെ ഫോൺ കവറിൽ തന്നെ വെച്ചോ. ഓക്കെ. നീ പറഞ്ഞ ക്ലിനിക്കിലെത്തി. ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് 300 മീറ്റർ മുൻപോട്ടെന്നാ. കാറിൽ നിന്ന് ഇറങ്ങി ഡോർ ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ നീ കൊണ്ടുവന്ന ബാഗ് ഓപ്പൺ ചെയ്യും. എവിഡൻസ് എവിടെ? ആ ബാഗ് ക്ലോസ് ചെയ്ത് അടുത്തുള്ള ഡസ്റ്റ്ബിനിലേക്ക് വെക്കുക. എന്നിട്ട് നേരെ 1 കിലോമീറ്റർ പോകും. അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ടാവും. അവിടെ ആ ട്രാക്കിന് സൈഡിൽ വൈറ്റ് കളർ കവറിന് മുകളിൽ MLA ഗുരുമൂർത്തി എന്ന് എഴുതിയിട്ടുണ്ടാവും. ഏയ്, നിന്റെ ഡ്രാമയൊക്കെ നിർത്ത്. മര്യാദയ്ക്ക് കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് ഫോണും തന്നേക്ക്. നിനക്ക് ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? 10 മിനിറ്റിനുള്ളിൽ ആ ട്രാക്കിൽ കൂടെ ബോംബെക്ക് പോകുന്ന ട്രെയിൻ വരും. ആ സ്പീഡിൽ കവർ താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കൂടെ നിന്റെ സാറിന്റെ ഒരു ഫോട്ടോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈം വേസ്റ്റ് ചെയ്യാതെ. സാർ, പോയിക്കോ. ഓക്കെ സാർ. തെണ്ടിയെ കിട്ടിയണ്ണ. അവനെ ഹെൽപ്പ് ചെയ്തത് ഇവനാ സാർ. ഇപ്പോൾ അവന്റെ കയ്യിൽ ഫോൺ മാത്രമേ ഉള്ളൂ, ഹാർഡ് ഡിസ്ക് ഇല്ല. ഇവൻ ജീവനോടെ ഇരിക്കുമ്പോ തന്നെ നരകം എന്താണെന്നറിയണം. ഫാക്ടറിയിലേക്ക് എടുത്തിട്ട് പോ. ആ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ മൊബൈലിൽ നിന്നും എനിക്ക് വന്ന കോൾ ലൊക്കേഷൻ അറിയണം. ശരിയണ്ണ. മാഡം, നമുക്ക് പോവാം. എന്തുപറ്റി? അർജന്റായിട്ട് വരാൻ പറഞ്ഞു. പറയാം. അതിനു മുമ്പ് ഈ സ്ക്രീൻസ് എല്ലാം എടുത്ത് മാറ്റ, ഇല്ലെങ്കിൽ കാണുന്നവര് തെറ്റിദ്ധരിക്കും. ഇന്നൊരു ദിവസത്തേക്കല്ലേ, വിട്ടുകളാം. എങ്ങനെയൊന്നും റോഡിൽ വെയിറ്റ് ചെയ്യുന്നത് ശരിയാവില്ല ശ്രുതി.
എനിക്കും ഇതത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ടാ അടുത്തുള്ള ഫ്ലാറ്റിലേക്ക് മാറാന്ന് വിചാരിക്കുന്നത്. അവരോട് എന്റെ മാമനും മാമിയും മാത്രമല്ല, ചിലപ്പോഴൊക്കെ എന്റെ കസിനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കസിനോ? ഞാൻ ഷിഫ്റ്റ് ആവാൻ പോകുന്ന ഫ്ലാറ്റിലെ ബിടെക്കിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അതുകൊണ്ട് അവളുടെ പാരന്റ്സ് വെച്ചിരിക്കുന്ന കണ്ടീഷൻ ഫ്രണ്ട്സ് പോലും വരരുതെന്ന്. അപ്പൊ പിന്നെ ബോയ് ഫ്രണ്ട് വരുമെന്ന് പറഞ്ഞാ സമ്മതിക്കും തോന്നുന്നു. പെണ്ണിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ നിന്നെ താമസിപ്പിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ കണ്ടീഷൻസും കാശ് കൊടുത്തിട്ട് എന്തിനാ ഈ തലവേദനയൊക്കെ? എനിക്ക് ആ ഫ്ലാറ്റ് വളരെ ഇഷ്ടപ്പെട്ടു ചരൺ. അതുകൊണ്ടാ നിന്നെ കുറിച്ചൊരു ചെറിയ കള്ളം പറഞ്ഞു. One minute, ശ്രുതി. ചരൺ, ആരടി? നിന്റെ ചേട്ടനാണോ? അല്ല. ആരടാ നീ? എന്താണ് ഇത്? ബേബി, അത് താങ്ക്സ് ചേട്ടാ, ഇവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതിന്. കൂടുതൽ ഷോ ഇറക്കല്ലേ? പോടാ. പ്രശ്നമൊന്നുമില്ല, നീ പോവാൻ നോക്ക്. ഹായ് ചേച്ചി. ഹായ്, ഹിസ് മൈ കസിൻ. പ്ലീസ് അകത്തേക്ക് വരൂ. സുദിനം എന്തു സുന്ദരം, പുതുവാനം പുതിയ ഭൂമി, ആനന്ദ വെള്ളിമേഘങ്ങൾ മനസ്സിൽ, മാനത്തെ മാറിവെല്ലുമ്പോൾ എൻ നെഞ്ചിൽ വർണ്ണജാലങ്ങൾ, ചിന്തകളിൽ ചിത്രപൗർണമി സുഹൃതം. ഫാം ഹൗസ് എന്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞങ്ങളിവിടെ വരാറുണ്ട്. അകത്തേക്ക് വാ. 3 years ബാക്ക് ഒരു ആക്സിഡന്റില് എന്റെ അച്ഛനമ്മയും മരിച്ചു. അന്നു മുതൽ ഈ വീടും ശൂന്യമായി. അവർ വിട്ടിട്ട് പോയ ഒരു വാല്യുബിൾ മെമ്മറിയാണിത് ചരൺ. ഇത് നീ സംരക്ഷിക്കുന്നിടത്തോളം കാലം അവർ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. വാ, നമുക്ക് ചുറ്റിക്കാണാം. എന്ത് സുന്ദരം, പുതുവാനം പുതിയ ഭൂമി, ആനന്ദ വെള്ളിമേഘങ്ങൾ മനസ്സിൽ.
ഇത് സിറ്റിയിലേക്ക് എൻ്റർ ആയി മാഡം. ഇനിയുള്ള വഴിയെന്ന് പറയാവോ? ഒന്ന് സൈഡിലേക്ക് ഒതുക്കി നിർത്ത്. ഇനി മുന്നിൽ കാണുന്ന ചെറിയ ചെറിയ തെരുവിലൂടെയാ പോണ്ട്. തിരികെ വരാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ അത് കുഴപ്പമില്ല, നമുക്ക് പോവാന്നേ. ഞാൻ പറഞ്ഞില്ലേ പറ്റില്ലെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞാൽ വല്ലാത്ത ട്രാഫിക് ആവും. സൈഡിലോട്ട് നിർത്ത്. ശരി മാഡം. സൂക്ഷിച്ചു പോണം കേട്ടോ. മാഡം. ബൈ ബൈ. വരട്ടെ. പറഞ്ഞോളൂ മാഡം. ഫസ്റ്റ് എയ്ഡിന് ആവശ്യമുള്ള കുറച്ച് മെഡിസിൻസ് വേണം. ഓക്കെ. 2 ORS പാക്കറ്റ് കൂടി. ഓക്കെ മാഡം. $400 മാഡം. ഇതാ. ഓക്കെ മാഡം. എടുത്തോണ്ട് വാടാ. എന്തു പറ്റിയടാ? ഓരോരുത്തരെയും തീർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. സാറ് ഡൽഹിയിലിരിക്കുമ്പോൾ ഒരുത്തനോട് കിടന്ന് നെകളിക്കുന്നു പറയും. അവനെ കിട്ടുന്നത് വരെ ഓരോരുത്തരായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുവരെ ഒരു നരകം കാണിക്കണമെന്ന് അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. സാർ, ആ മൊബൈലിൽ നിന്നൊരു കോള് പോയിട്ടുണ്ട്. ലാസ്റ്റ് കോൾ പോയിരിക്കുന്നത് തെല്ലാപ്പൂർ ഗസ്പൽ ടവറിൽ നിന്നാ. എനിക്ക് ആവശ്യം ടവർ അല്ല, എക്സാക്ട് ലൊക്കേഷൻ. ട്രൈ ചെയ്യാം സാർ. കിട്ടിയിട്ടുണ്ട് സാർ. ലാക്രസ്റ്റ അപ്പാർട്ട്മെന്റ്, തെല്ലാപ്പൂർ, ഗച്ച്പോലി. അമ്മേ നോക്കമ്മേ. വാംഷി, ഏയ് പോടി, നിന്റെ കൂടെ ഞാൻ കളിക്കുന്നില്ല. മോള് പോയാ ബോൾ എടുത്തിട്ട് വാ. താങ്ക് യു ചേച്ചി. അമ്മേ, ശ്രുതി ചേച്ചി വന്നിരിക്കുന്നോ? ഇവിടെ എന്താ നടക്കുന്നേ? മാഡം, ചേഞ്ച് ചെയ്താ മാഡം. ചേട്ടാ ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്ക്. മാഡം. ചേട്ടൻ ബസ് സ്റ്റാൻഡിലേക്ക് വിടും. എന്ത് പറ്റി മാഡം? ചേട്ടാ ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്ക് പ്ലീസ്. ചേട്ടാ ശരി മാഡം, പോവാം. ഒന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേ. സാർ, 2 പെറ്റി അടയ്ക്കാനുള്ളൂ സാർ. പ്ലീസ് സാർ, അടയ്ക്കാൻ സാർ, പ്ലീസ് സാർ. 403 താമസിക്കുന്നത് നിങ്ങളാണോ? സാർ, ഇത് തന്നെയാണ് സാർ. ശരി, മോളെ കൂട്ടിട്ട് വാ. ഓക്കെ സാർ. ആ 403 പെണ്ണ് വന്നിട്ടുണ്ടെന്ന് പോയി കൂട്ടിട്ട് വാ. സാർ സാർ. മാഡം, ദേ കവർ മറന്നു വെച്ചു.
നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വരുന്നത്? ചാർജില്ലായിരുന്നു സർ. ഒരു 10 മിനിറ്റോടെ ലേറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള വീട്ടിൽ പോലീസുകാർ എത്തുമായിരുന്നു. എന്തിനാ നോക്കിയേക്കുന്നേ? ഓപ്പൺ ചെയ്. രാത്രി 12 മണിക്ക് വന്നതാ മോളെ, ഇതുവരെ വിട്ടിട്ടില്ല. അവര് ചോദിച്ചതൊക്കെ കൊടുത്തു. വയസ്സായതാണെന്നുള്ള കൺസിഡറേഷൻ പോലും ഇല്ല. ഈ അമ്മ എന്തിനെ കുറിച്ചാ പറയുന്നേ? അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങേരെ പറഞ്ഞാ മതി. നേരെ ചൊവ്വെ നിക്കാൻ വയ്യെങ്കിലും അവരെ ഇവിടുന്ന് പുറത്തു വിടില്ലെന്ന് പറഞ്ഞ ഏതെങ്കിലും കള്ളന്മാര് വെറുതെ ഇരിക്കുവോ? കൊന്നു തള്ളില്ലേ? അപ്പൊ പോലീസ് വന്നത് ഈ ഫ്ലാറ്റിൽ മോഷണം അന്വേഷിക്കാനായിരിക്കും. മാഡം ട്രാവൽ ചെയ്ത് ടയർഡായെന്ന് തോന്നുന്നു. ഒന്ന് ഹെൽപ്പ് ചെയ്യ്. മെയിൻ ഡോർ ലോക്ക് ചെയ്തിട്ടാ പോയത്. അപ്പൊ ഒന്നും പോയി കാണില്ല. ഡോറിൽ കൂടി കയറാൻ ഇവര് നെയ്ബേഴ്സ് അല്ല മാഡം, കള്ളന്മാരാ. നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞാ ഞങ്ങൾ പോയേക്കാം. മാഡം എന്തു പറ്റി? സർ, ഈ ഫ്ലാറ്റില് എന്നെ കൂടാതെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്. ഞാൻ നാട്ടിൽ പോയിരുന്ന സമയത്ത് എന്റെ ലോഞ്ചറീസ് എല്ലാം ബെഡിന്റെ പുറത്തിട്ടിട്ടാ പോയത്. സോ വാട്ട്? സർ, ഞങ്ങള് സ്ത്രീകളല്ലേ, ഞങ്ങളുടെ ലോഞ്ചറീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൂടെ? ശരി, ചെക്ക് ചെയ്യ്. താങ്ക് യു സർ. നോ വെറി സർ, എന്റെ ഫ്ലാറ്റിനുള്ളിൽ ആരും കേറിയിട്ടില്ല. Are you sure? Okay. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യണം. യെസ് യെസ് സർ. എന്റെ നമ്പർ അറിയാം, 100-100. താങ്ക് യു. പോടോ. ഇവിടെ 102 സർ. എന്റെ മൊബൈൽ ആ ഓൾഡ് കപ്പിളിന്റെ വീട്ടിൽ മറന്നു പോയി. പോയി എടുത്തോണ്ട് വാ. ശരി സാർ. ഇനിയും ലേറ്റ് ആയിക്കോട്ടെ. എന്താടോ ലോക്ക് ചെയ്തിരിക്കണം സാർ. ബ്രേക്ക്. ഓക്കെ സാർ. എന്തു പറ്റി മാഡം? എന്തു പറ്റി മോളെ? എന്താണെന്ന് പോയി നോക്ക്. ഓക്കെ സാർ. സാർ,
ന്യൂസ്. കുറച്ചു മുമ്പ് ഈ ഫ്ളാറ്റിൽ നടന്ന സംഭവം ഈ നാടിനെ തന്നെ നടുക്കിയിരിക്കുകയാണ്. മാറുന്ന കൾച്ചറിനോടൊപ്പം ക്രൈമും മാറുന്നുണ്ടോ? മാറുമെന്നാണ് ഈ അപ്പാർട്ട്മെന്റിലുള്ളവർ പറയുന്നത്.